പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 ഇതിൻ്റെ 9ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്ന് പരിശോധിക്കാം. ഏതാനും ട്രാൻസാക്ഷൻസ് നൽകിയിരുന്നു. 2017 ജൂൺ മാസത്തെ ഏതാനും ട്രാൻസാക്ഷൻസ് ആയിരുന്നു തന്നിരുന്നത്. ആ ട്രാൻസാക്ഷൻസിൽ നിന്നും ആവശ്യമായ ജേർണൽ എൻട്രീസ് എഴുതുകയും അതേ തുടർന്ന് അവയെ ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാനുമാണ് നിർദ്ദേശിച്ചിരുന്നത്. ജേർണലിലൂടെ ഒന്ന് കടന്നു പോകാം. ജൂൺ 5-ാം തീയതി ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ് 2 ലക്ഷം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh. ജൂൺ 8-ാം തീയതി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ക്യാഷ് അക്കൗണ്ട് 80,000. ജൂൺ 12-ാം തീയതി ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 30,000. ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് 30,000. ജൂൺ 12-ാം തീയതി മിഷനറി വാങ്ങിയതാണ്. സോ മിഷനറി അക്കൗണ്ട് അല്ലെങ്കിൽ ഓഫീസ് മിഷൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 20,000. ജൂൺ 18-ാം തീയതി റെൻറ്റ് ചെക്കിലൂടെ കൊടുത്തതാണ്. സോ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 5,000. ജൂൺ 20-ാം തീയതി ക്രെഡിറ്റ് സെയിൽസ് ആണ്. മോഹിത് ബ്രദേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000. ജൂൺ 22-ാം തീയതി ക്യാഷ് സെയിൽസ് നടത്തിയതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു സെയിൽസ് അക്കൗണ്ട് 15,000. ജൂൺ 25-ാം തീയതി പേയ്മെൻറ്റ് കൊടുത്തതാണ് ക്രെഡിറ്റർക്ക്. സോ ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ക്യാഷ് അക്കൗണ്ട് 30,000. ജൂൺ 28-ാം തീയതി ചെക്ക് ലഭിച്ചതാണ്. മോഹിത് ബ്രദേഴ്സിൽ നിന്നും ചെക്ക് ലഭിച്ചു. അന്ന് തന്നെ ബാങ്കിൽ കൊടുത്തു എന്നുള്ള അനുമാനത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മോഹിത് ബ്രദേഴ്സ് അക്കൗണ്ട് 10,000. ജൂൺ 30-ാം തീയതി സാലറി കൊടുത്തതാണ്. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 6,000. തുടർന്ന് ലെഡ്ജറിൽ ആവശ്യമുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുകയും അവയിലേക്ക് ഈ എൻട്രീസ് പോസ്റ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. എൻട്രീസ് ഓരോ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ജേർണൽ എൻട്രീസ് 1 by 1 ആയിട്ട് ഓരോ ലെഡ്ജർ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കിട്ടിയ കാര്യങ്ങളാണ് ക്യാപിറ്റലായിട്ടും സെയിൽസ് ആയിട്ടും. ദെൻ പേയ്മെൻറ്റ് നൽകിയ കാര്യങ്ങളാണ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരൈറ്റം മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് മാത്രം. ക്യാഷായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നത് ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 lakh കാണാം. ദെൻ ബാങ്ക് അക്കൗണ്ടിൽ എൻട്രീസ് നമുക്കറിയാം. ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഡെബിറ്റ് സൈഡിലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. എന്നാൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന തുകയാണ് കാണിക്കുന്നത്. ദെൻ അതുപോലെ പർച്ചേസസ് അക്കൗണ്ട് നോർമൽ കേസിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എൻട്രി വരിക. ദെൻ തുടർന്ന് ഗുൽമോഹർ ഫാഷൻ ഹൗസിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നു. അവിടെ നമുക്കറിയാം സാധനങ്ങൾ വാങ്ങുന്ന അവസരങ്ങളിൽ ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന് പറയുന്ന ഇവിടെ ക്രെഡിറ്ററാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ആദ്യം പർച്ചേസസ് പോസ്റ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ അതിനെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദെൻ ഓഫീസ് മിഷൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ മിഷനറി അക്കൗണ്ട് തുടർന്ന് തയ്യാറാക്കാം. മിഷനറി അക്കൗണ്ടിൽ നമുക്കറിയാം മിഷനറി വാങ്ങുന്ന എൻട്രി മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. ജൂൺ 12-ാം തീയതി മിഷനറി വാങ്ങിയത് ബാങ്ക് അക്കൗണ്ട് 20,000 എന്ന് ഡെബിറ്റ് സൈഡിൽ കാണുന്നു. ദെൻ അതുപോലെ റെൻറ്റ് അക്കൗണ്ട്. റെൻറ്റും എക്സ്പെൻസാണ്. ഡെബിറ്റ് സൈഡിലാണ് എൻട്രി വരിക.
ഡെബിറ്റ് സൈഡിൽ ജൂൺ 18 ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 5000 കാണുന്നു. ദെൻ അടുത്തായിട്ട് മോഹിത് ബ്രദേഴ്സ് അക്കൗണ്ടാണ്. നമുക്കറിയാം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് ആദ്യം എൻട്രി വരിക. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 10,000 വരുന്നു. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നു. ദെൻ സെയിൽസ് അക്കൗണ്ട് നമുക്കറിയാം ക്രെഡിറ്റിലേക്കാണ് എൻട്രീസ് വരിക. സാധനങ്ങൾ വിൽക്കുന്നതൊക്കെയും സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ജൂൺ 20 ജൂൺ 22 2 സെയിൽസാണുള്ളത്. മോഹിത് ബ്രദേഴ്സിന് ക്രെഡിറ്റ് സെയിൽസും ദെൻ ജൂൺ 22 ക്യാഷ് സെയിൽസുമാണ് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അവസാനമായിട്ട് സാലറി അക്കൗണ്ട് എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എൻട്രി വരിക. ജൂൺ 30 സാലറി 6,000 കൊടുത്തത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിൽ ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ഡെബിറ്റും ക്രെഡിറ്റും പോസ്റ്റ് ചെയ്തിട്ടാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. ഇവിടെ ടു ബൈ എന്നിവ നിർബന്ധം ആയിട്ട് നൽകേണ്ടതില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഡെബിറ്റ് സൈഡിൽ ഇനങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ടു എന്നും ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ എന്നും ഉൾപ്പെടുത്തുന്നത്. എന്നാൽ അത് മാൻഡേറ്ററി അല്ല, അല്ലെങ്കിൽ നിർബന്ധമല്ല. തുടർന്ന് നമ്മൾ ഈ ലെഡ്ജർ അക്കൗണ്ടുകൾ പീരിയോഡിക്കലായിട്ട് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. ലെഡ്ജർ ബാലൻസിങ് എന്നുള്ള ടോപ്പിക്കിലേക്കാണ് തുടർന്ന് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാ പോസ്റ്റിങ്ങുകളും നിർവഹിച്ചു കഴിഞ്ഞാൽ പീരിയോഡിക്കലായിട്ട്, ഫോർ എക്സാമ്പിൾ മന്ത്ലി അല്ലെങ്കിൽ ടോയ്സ് ഇൻ എ മന്ത്. അപ്പോൾ ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ലെഡ്ജർ അക്കൗണ്ടുകൾ പീരിയോഡിക്കലായിട്ട് ബാലൻസ് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ടും ഇയർ എൻഡിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ കാണുന്നത്. ബാലൻസിങ് ആൻ അക്കൗണ്ട്. Ascertainment of balance of each account in the ledger at the end of accounting period, or it may be done at any time if we required. അപ്പോൾ ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പീരിയോഡിക്കലായിട്ട് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ നിർബന്ധമായിട്ടും ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെയും എൻഡിൽ അത് നിർവഹിക്കേണ്ടതാണ്. The difference between two sides of an account is called account balance. നമുക്കറിയാം ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡുമാണുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് അക്കൗണ്ട് ബാലൻസ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ക്രെഡിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. ഇഫ് ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ് ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിലാണ് കൂടുതൽ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിനെ അപേക്ഷിച്ച് കൂടുതൽ എമൗണ്ട് ഉള്ളതെങ്കിൽ ആ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണുള്ളതെന്ന് പറയുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് വൈസ് വേഴ്സ. അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ ഡെബിറ്റ് സൈഡിനെ അപേക്ഷിച്ച് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ ഒരു അക്കൗണ്ടിൽ എമൗണ്ട് എങ്കിൽ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ടുകൾ പീരിയോഡിക്കലായിട്ട് ബാലൻസ് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും അവിടെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഒരു അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസോ ഓപ്പണിംഗ് ബാലൻസോ ആവാം. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിലുള്ള അക്കൗണ്ട് ബാലൻസാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ആകട്ടെ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ ബിഗിനിങ്ങിലുള്ള ബാലൻസ് ആണ്. അപ്പോൾ ഒരു വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ടിൽ വർഷാവസാനം 32,000 ആണ് ക്ലോസിംഗ് ബാലൻസ് എങ്കിൽ
ആ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത വർഷത്തെ ക്യാഷ് അക്കൗണ്ടിങ്ങിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഇത്തരത്തിൽ ഒരു വർഷം അവസാനമുള്ള ക്ലോസിംഗ് ബാലൻസാണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസായിട്ട് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുകയുണ്ടായി 2 തരം ലെഡ്ജർ അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് പെർമനൻ്റ് അക്കൗണ്ടും മറ്റൊന്ന് ടെമ്പററി അക്കൗണ്ടുകളും. ഇതിൽ പെർമനൻ്റ് അക്കൗണ്ടുകൾ മാത്രമേ ബാലൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് അതിൻ്റെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്താൽ മതി. നമുക്കറിയാം അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റീസ് അക്കൗണ്ടുകളും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ് പെർമനൻ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ 3 അക്കൗണ്ടുകൾ മാത്രമേ വർഷാവസാനം ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതുള്ളൂ. ടെമ്പററി അക്കൗണ്ടുകൾ, അതായത് ഇൻകം അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളും അതാത് വർഷം തന്നെ ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ ബാലൻസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ടെമ്പററി അക്കൗണ്ടുകളായിട്ടുള്ള എക്സ്പെൻസ് അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്പെൻസ് അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പീരിയോഡിക്കലായിട്ടാണെങ്കിലും അവ മിയർലി ടോട്ടൽ ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് എക്സ്പെൻസ് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉണ്ടാകുകയുള്ളൂ. ആ ഡെബിറ്റ് സൈഡ് മാത്രം ടോട്ടൽ ചെയ്തിടുക. ഇൻകം അക്കൗണ്ടുകൾക്ക് നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. എന്നാൽ പർച്ചേസ് അക്കൗണ്ട് നമുക്കറിയാം ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണെങ്കിലും പർച്ചേസ് അക്കൗണ്ടുകൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് വരാറുണ്ട്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ സാമ്പിളുകളായിട്ട് ബിസിനസ്സിൽ നിന്നും സാധനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും പർച്ചേസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ആ അവസരങ്ങളിൽ പർച്ചേസ് അക്കൗണ്ട് മാത്രം ബാലൻസ് ചെയ്യുക. അപ്പോൾ നോർമൽ കേസുകളിൽ എക്സ്പെൻസ് അക്കൗണ്ടുകളോ ഇൻകം അക്കൗണ്ടുകളോ ബാലൻസ് ചെയ്യാറില്ല. അവയെ ക്ലോസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അവയുടെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റീസ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പീരിയോഡിക്കലായിട്ട് ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് അടുത്ത അക്കൗണ്ടിങ് പീരീഡിലെ ഓപ്പണിംഗ് ബാലൻസായിട്ട് കാണിക്കേണ്ടതുണ്ട്. ക്ലോസിംഗ് ബാലൻസ് അക്കൗണ്ടിന് ഏത് വശത്താണോ ബാലൻസ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. എന്നാൽ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും അക്കൗണ്ടിൻ്റെ യഥാർത്ഥ ബാലൻസ് ഏത് വശത്താണോ ഉള്ളത് ആ ഭാഗത്ത് തന്നെയായിരിക്കും, ആ വശത്ത് തന്നെയായിരിക്കും അവിടെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ്, ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ളൊരു അക്കൗണ്ട് നമുക്കറിയാം അസറ്റ് അക്കൗണ്ടുകൾക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അസറ്റ് അക്കൗണ്ടുകൾക്കും എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ ലയബിലിറ്റീസ് അക്കൗണ്ടിനും ക്യാപിറ്റൽ അക്കൗണ്ടിനും ഇൻകം അക്കൗണ്ടിനും എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഒരു അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. മോണിറ്ററിൽ കാണുന്ന ക്യാഷ് ബുക്ക് തന്നെ നമുക്ക് പരിശോധിക്കാം. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റലായിട്ട് 1000 രൂപയും സെയിൽസ് ഇനത്തിൽ 800 രൂപയും ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസിലൂടെ 500 രൂപയും സാലറി ഇനത്തിൽ 300 രൂപയും നൽകിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് അക്കൗണ്ടിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതൽ എമൗണ്ട് ആ ഭാഗം ടോട്ടൽ ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ കാണുകയുണ്ടായ അസറ്റ് അക്കൗണ്ടുകൾക്കൊക്കെയും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഏത് അസറ്റ് അക്കൗണ്ടിനും ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനും യാതൊരു തർക്കവും വേണ്ട, നമുക്ക് അറിയാം ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ
ഡെബിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് ആദ്യം ടോട്ടൽ ചെയ്യേണ്ടത്. ദെൻ അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് പകർത്തി എഴുതുക. ഇവിടെ 1800 രൂപയാണ് ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാണുന്നു. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ 500 രൂപയും 300 രൂപയുമാണ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ടുള്ളത്. അങ്ങനെ 800 രൂപ മാത്രമാണ് ക്രെഡിറ്റ് സൈഡിലുള്ളത്. അപ്പോൾ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ ഡിഫറൻസ് എടുത്താൽ നമുക്കറിയാം 1000 രൂപയാണ് അവിടെ ഡിഫറൻസ് ഉള്ള എമൗണ്ട്. അതാണ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ ഉദാഹരണമായിട്ട് മാസം അവസാനം 30/4/2017 ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ C/D, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തുക ബാലൻസ് ക്യാരി ഡൗൺ എന്നായിരിക്കും. ബാലൻസ് C/D എന്നാണ് അത് പറയുക. ക്യാരി ഡൗൺ C/D എന്നത് ക്യാരിഡ് ഡൗൺ എന്നുള്ളതാണ്. കാരണം ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് ആണ്. രണ്ട് സൈഡും തുല്യമായിട്ട് എമൗണ്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആ ബാലൻസിനെ, ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ക്യാരി ചെയ്യുന്നു. അതുകൊണ്ടാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. ആ രീതിയിൽ ക്ലോസിംഗ് ബാലൻസ് എഴുതി കഴിയുമ്പോൾ രണ്ട് സൈഡും തുല്യമായി തീരുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അക്കൗണ്ടിൻ്റെ ഏത് ഭാഗത്താണ് കൂടുതൽ എമൗണ്ട് ഉള്ളത് ആ ഭാഗം ടോട്ടൽ ചെയ്യുക. അതേ ടോട്ടൽ മറുവശത്തേക്കും എഴുതുക. അതേ ലെവലിൽ ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ ഡെബിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക. അതേ ടോട്ടൽ തുക ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ അതേ ലെവലിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ഡിഫറൻസ് ഉള്ള എമൗണ്ട്, ഉദാഹരണമായിട്ട് ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് 1800 രൂപയുള്ളത്, എന്നാൽ ക്രെഡിറ്റ് സൈഡിൽ 800 രൂപയേ ഉള്ളൂ. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 1000 രൂപയാണ് ക്യാഷ് ബാലൻസ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലുള്ള ബാലൻസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ്, കൈവശമുള്ള പണം. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. അതായത് അക്കൗണ്ടിൻ്റെ ഏത് വശത്താണോ കുറവ് എമൗണ്ട് ഉള്ളത് ആ ഭാഗത്താണ് ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത്. ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. അവിടെ 1000 രൂപ എന്ന് ക്ലോസിംഗ് ബാലൻസ് എഴുതിയിരിക്കുന്നു. ദെൻ ഇനി അടുത്തൊരു അക്കൗണ്ടിങ് പീരീഡിൽ ക്യാഷ് അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസോട് കൂടിയാണ് ആരംഭിക്കേണ്ടത്. അതായത് കഴിഞ്ഞ കാലയളവിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഈ കാലയളവിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ കഴിഞ്ഞ മാസം 30/4/2017 ക്ലോസിംഗ് ബാലൻസ് തുടർന്ന് നമുക്ക് ബാലൻസ് എവിടെയാണോ യഥാർത്ഥത്തിലുള്ളത് ആ വശത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അടുത്ത കാലയളവിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ 1/5/2017 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക, ബാലൻസ് ബ്രോ ഡൗൺ, ടു ബാലൻസ് ബ്രോ ഡൗൺ 1000 എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടു ടു, ബൈ എന്നിവ നിർബന്ധമല്ല, പരമ്പരാഗതമായിട്ട് അവ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നൽകിയിരിക്കുന്ന ക്യാഷ് ബുക്ക് എന്ന് നിങ്ങൾ വിവിധ ഐറ്റങ്ങൾ പരിചയപ്പെടുക. ക്യാപിറ്റലായിട്ട് 1,20,000 ലഭിച്ചിട്ടുണ്ട്. ലാറ ഇന്ത്യയിൽ നിന്നും 10,000 രൂപ ലഭിച്ചിട്ടുണ്ട്. സെയിൽസ് ഇനത്തിൽ 12,000 രൂപ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിലുള്ളത്. ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം പേയ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അവിടെ ബാങ്കിൽ അടച്ചത് 40,000 രൂപ, പർച്ചേസസിന് വേണ്ടി നൽകിയത് 12,000 രൂപ, കാർട്ടേജ് ഇനത്തിൽ 500 രൂപ, ട്രേഡ് എക്സ്പെൻസസ് 700 രൂപ, സ്റ്റേഷനറി ചിലവുകൾ 1,200 രൂപ, ഡ്രോവിങ്സ് 1000. ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്യാഷ് അക്കൗണ്ടിൽ എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. നമ്മൾ കാണുകയുണ്ടായി അസറ്റ് അക്കൗണ്ടുകൾക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലായിരിക്കും അസറ്റ് അക്കൗണ്ടുകൾക്കൊക്കെയും കൂടുതൽ തുക. അതുപോലെ എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് സൈഡിൽ മാത്രമേ തുക ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ലയബിലിറ്റീസ് അക്കൗണ്ടിനും ക്യാപിറ്റൽ അക്കൗണ്ടിനും
എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. ലയബിലിറ്റീസ് അക്കൗണ്ടിനും ക്യാപിറ്റൽ അക്കൗണ്ടിനും ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട് ഉണ്ടാകുക, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇൻകം അക്കൗണ്ടുകൾക്കും ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉണ്ടാകുകയുള്ളൂ. ഇവിടെ നമുക്കറിയാം, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്, എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ കൂടുതൽ എമൗണ്ട് ആയതുകൊണ്ട് ആദ്യം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. 1,42,000 രൂപ നമുക്ക് ടോട്ടൽ ലഭിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ക്യാഷ് അക്കൗണ്ട് ആദ്യം ഡെബിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്തു 1,42,000. തുടർന്ന് ഇതേ ടോട്ടൽ തുക ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതേ ലെവലിൽ ക്രെഡിറ്റ് സൈഡിൽ 1,42,000 രൂപ രേഖപ്പെടുത്തുക. ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ടോട്ടൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. തുടർന്ന് നമ്മൾ എവിടെയാണോ കുറവ് തുകയുള്ളത് ആ ഭാഗത്തെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് എമൗണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എടുക്കുന്നു. ഇവിടെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ രേഖപ്പെടുത്തിയതിന് ശേഷം തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം, 1,42,000 രൂപയാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. എന്നാൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 55,400 അപ്പോൾ 1,42,000 നിന്നും 55,400 കുറച്ച തുകയാണ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്, അതായത് 86,600 രൂപ. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഡിസംബർ 31 നമ്മൾ രേഖപ്പെടുത്തുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 86,600. തുടർന്ന് അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇത് ഇറക്കി എഴുതുക. ഡിസംബർ 31 ക്ലോസിംഗ് ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തി. ആ ക്ലോസിംഗ് ബാലൻസ് അടുത്ത അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് 2018 ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇറക്കി എഴുതേണ്ടതുണ്ട്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടലിന് താഴെ ക്ലോസിംഗ് ബാലൻസ് രേഖപ്പെടുത്തുക. 2018 ജനുവരി 1 ബാലൻസ് ബ്രോ ഡൗൺ, നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തുക, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട്, അതായത് കഴിഞ്ഞ കാലയളവിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു അടുത്ത കാലയളവിൻ്റെ ആദ്യം. അതങ്ങനെയാണ് ബാലൻസ് ബ്രോ ഡൗൺ രേഖപ്പെടുത്തുന്നത്. 86,600 രൂപ അവിടെ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ടോട്ടലിന് താഴെ രേഖപ്പെടുത്തുന്നു. ഈ രീതിയിലാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷനിലേക്ക് കടക്കാം. പ്രിപ്പയർ ദ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ ഫ്രം ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ്. താഴെ 4 ട്രാൻസാക്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ 4 ട്രാൻസാക്ഷൻസ് കുമാർ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജേണലിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയെന്ന് അസ്യൂം ചെയ്യുക. ഓരോ ട്രാൻസാക്ഷൻ്റെയും ജേണൽ എൻട്രീസ് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം അതിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുക. ഇവിടെ ജേണൽ എൻട്രീസ് രേഖപ്പെടുത്താതെ തന്നെ ലെഡ്ജറിലേക്ക് നേരിട്ട് ഇടപാടുകൾ നമുക്ക് എഴുതാൻ കഴിയും. അക്കൗണ്ടിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ബിസിനസ് രംഗത്ത് നമുക്കറിയാം, ജേണലിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നിർവഹിക്കുക. അപ്പോൾ ഇവിടെ ലെഡ്ജർ ബാലൻസിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിലേക്ക് ഈ ഇടപാടുകൾ രേഖപ്പെടുത്താനാണ് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. 5/1/2020 ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം കുമാർ ട്രേഡേഴ്സ് ₹80,000. 80,000 രൂപ കടമായിട്ട് കുമാർ ട്രേഡേഴ്സിൽ നിന്നും 5-ാം തീയതി വാങ്ങുന്നു. 8-ാം തീയതി ഗുഡ്സ് കോസ്റ്റിംഗ് ₹2,000 റിട്ടേൺ ടു കുമാർ ട്രേഡേഴ്സ്. നമുക്കറിയാം, അത് പർച്ചേസസ് റിട്ടേൺ ആണ്. 2,000 രൂപയുടെ സാധനം കുമാർ ട്രേഡേഴ്സിന് തിരികെ നൽകുന്നു. 15-ാം തീയതി ക്രെഡിറ്റ് പർച്ചേസസ് ഫ്രം കുമാർ ട്രേഡേഴ്സ് ₹20,000. വീണ്ടും 15-ാം തീയതി 20,000 രൂപയുടെ സാധനങ്ങൾ കുമാർ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങുന്നു. ദെൻ 28-ാം തീയതി ചെക്ക് ഇഷ്യൂഡ് ടു കുമാർ ട്രേഡേഴ്സ് ഫോർ ₹50,000.
50,000 രൂപ കുമാർ ട്രേഡേഴ്സിന് 28-ാം തീയതി നൽകുന്നു. ഈ 4 ഇടപാടുകളെ ബേസ് ചെയ്തുകൊണ്ട് ലെഡ്ജറിൽ കുമാർ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് നേരിട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ ഇടപാടിൻ്റെയും ജേർണൽ എൻട്രി മനസ്സിൽ ഓർമ്മിക്കുക. അതിനുശേഷം കുമാർ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണോ ക്രെഡിറ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്ന് മനസ്സിലാക്കി കുമാർ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് അവ എൻ്റർ ചെയ്യുക. ആദ്യ ട്രാൻസാക്ഷൻ നൽകിയിരിക്കുന്നത് 5/1/2020 പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം കുമാർ ട്രേഡേഴ്സ് ₹80,000. കുമാർ ട്രേഡേഴ്സിൽ നിന്ന് 80,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതാണ്. നമുക്കറിയാം ജേർണൽ എൻട്രി വരുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റഡ് ടു കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടാണ്. ഇവിടെ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് രേഖപ്പെടുത്തുക 5/1/2020. അവിടെ നമുക്കറിയാം ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ അക്കൗണ്ടിൻ്റെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യൽ. അതുകൊണ്ട് അവിടെ ബൈ പർച്ചേസസ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ സിംപിളി പർച്ചേസസ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്താം. എമൗണ്ട് കോളത്തിൽ 80,000 രേഖപ്പെടുത്തുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 8/1/2020 ഗുഡ്സ് കോസ്റ്റിംഗ് ₹2,000 റിട്ടേൺ ടു കുമാർ ട്രേഡേഴ്സ്. കുമാർ ട്രേഡേഴ്സിന് സാധനങ്ങൾ മടക്കി കൊടുത്തതാണ്. പർച്ചേസസ് റിട്ടേൺ ആണ്. പർച്ചേസസ് റിട്ടേണിൻ്റെ എൻട്രി നമുക്കറിയാം. പർച്ചേസസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഡെബിറ്റ് കൊടുക്കേണ്ടത് കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിനെയാണ്. സോ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട്. ഇവിടെ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. ഡേറ്റ് കോളത്തെ ഡേറ്റ് 8/1/2020 ഐ മീൻ പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട്. പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 2,000 എന്നാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ 15/1/2020 ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ ട്രേഡേഴ്സ് ₹20,000. വീണ്ടും കുമാർ ട്രേഡേഴ്സിൽ നിന്നും കടമായിട്ട് സാധനങ്ങൾ വാങ്ങിയതാണ്. എൻട്രി നമുക്കറിയാം പർച്ചേസസ് അക്കൗണ്ട് അറ്റ് കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ട്. ഇവിടെ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതിനാൽ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഡേറ്റ് കോളത്തിൽ 15/1/2020 പർച്ചേസസ് അക്കൗണ്ട് 20,000. ദെൻ അവസാനത്തെ ട്രാൻസാക്ഷൻ 28-ാം തീയതിയാണ്. ചെക്ക് ഇഷ്യൂഡ് ടു കുമാർ ട്രേഡേഴ്സ് ₹50,000. 50,000 രൂപയുടെ ചെക്ക് കുമാർ ട്രേഡേഴ്സിന് കൊടുത്തു. ജേർണൽ എൻട്രി വരിക നമുക്കറിയാം കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ഇവിടെ കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ഡേറ്റ് 28/1/2020 ബാങ്ക് അക്കൗണ്ട് 50,000. അപ്പോൾ 4 ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഇത് ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടാണ്. കുമാർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സാണ്. കാരണം നമ്മൾ കടമായിട്ട് സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കുമാർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സിന് നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോഴും ലയബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റിയാണ്. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. ഇവിടെ നമുക്കറിയാം കുമാർ ട്രേഡേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. 80,000, 20,000, 1,00,000 രൂപയാണ് ടോട്ടൽ. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എമൗണ്ട് കൂടുതലുള്ളത് എവിടെയാണോ ആ ഭാഗം ടോട്ടൽ ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുന്നു 1,00,000. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് പകർത്തി എഴുതുന്നു. ഡെബിറ്റ് സൈഡിൽ 1,00,000 നമ്മൾ അതേ ലെവലിൽ രേഖപ്പെടുത്തി. ഇനിയുമാണ് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ ആണ് ഇവിടെ കൂടുതൽ എമൗണ്ട്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലെ ഡിഫറൻസ് ഉള്ള എമൗണ്ട് മൈനസ് ചെയ്യുക. നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 52,000 ആണുള്ളത്. ആ 52,000 1,00,000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ലഭിക്കും. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത് 31/1/2020 ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. കാരണം ഏത് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത്. ഇവിടെ നമുക്കറിയാം കുമാർ ട്രേഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത് അവിടെ ഡെബിറ്റ് സൈഡിലാണ്. 31/1/2020 ബാലൻസ് ക്യാരി ഡൗൺ
ക്ലോസിംഗ് ബാലൻസ് എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ്. 48,000 അവിടെ ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചത് എഴുതുന്നു. അതായത് 1,00,000 മൈനസ് 52,000. അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് 48,000 കിട്ടി. ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ തുടർന്ന് അടുത്ത മാസത്തേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇറക്കി എഴുതുക. അവിടെ ഏത് വശത്താണ് കൂടുതൽ എമൗണ്ട് ഉള്ളത് ആ വശത്ത് തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. നമുക്കറിയാം ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക, ലയബിലിറ്റി ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് വശത്താണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. അതായത് 1/2/2020. കാരണം ക്ലോസിംഗ് ബാലൻസ് 31/1/2020 തുടർന്ന് അടുത്ത മാസം ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അതായത് ഡേറ്റ് 1/2/2020 ബാലൻസ് ബ്രോ ഡൗൺ എന്നാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോ ഡൗൺ 48,000 ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തും. അടുത്തായിട്ട് നമുക്കൊരു ഹോംവർക്ക് ഒന്ന് പരിശോധിക്കാം. 9ാമത്തെ ഹോംവർക്കാണ്. ഈ ചാപ്റ്ററിലെ 9ാമത്തെ ഹോംവർക്കായിട്ട് നൽകിയിരിക്കുന്നത് മോഹിത് ട്രേഡേഴ്സിൻ്റെ ബുക്കിൽ ജേണൽ എൻട്രീസ് രേഖപ്പെടുത്താനും അവയെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് അവയെ ബാലൻസ് ചെയ്യാനുമാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യം ജേണൽ എൻട്രീസ് രേഖപ്പെടുത്തുകയും തുടർന്ന് ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കി അതിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ദെൻ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുകയും വേണ്ടതുണ്ട്. ഓഗസ്റ്റ് 2020 1-ാം തീയതി ബിസിനസ് ആരംഭിച്ചതാണ്. 1,10,000 ആണ്. HDFC ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. രണ്ടാമത് 50,000 രൂപ. ദെൻ മൂന്നാമത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ 20,000. ദെൻ 7-ാം തീയതി ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം മെസ്സേഴ്സ് രൂപ ട്രേഡേഴ്സ് ₹30,000. അത് ക്യാഷ് പർച്ചേസസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. രൂപ ട്രേഡേഴ്സ് എന്ന് സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്യാഷ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടെ ക്യാഷ് പർച്ചേസ് ആണ് 7-ാം തീയതി. 8-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മെസ്സേഴ്സ് ഹേമ ട്രേഡേഴ്സ് 42,000 രൂപയ്ക്ക് കടമായിട്ടാണ് ഹേമ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങിയത്. ക്രെഡിറ്റ് പർച്ചേസ് ആണ് 8-ാം തീയതി. 10-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 30,000. ക്യാഷ് സെയിൽസ് നടത്തി 30,000. 14-ാം തീയതി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മെസ്സേഴ്സ് ഗുപ്ത ട്രേഡേഴ്സ്. ക്രെഡിറ്റ് സെയിൽസ് ആണ് 14-ാം തീയതി 12,000 രൂപയുടെ. 16-ാം തീയതി റെൻറ്റ് കൊടുത്തു 4,000. ദെൻ 18-ാം തീയതി ട്രേഡ് എക്സ്പെൻസ് നൽകി 1,000 രൂപ. 20-ാം തീയതി റിസീവ്ഡ് ക്യാഷ് ഫ്രം ഗുപ്ത ട്രേഡേഴ്സ് 12,000. ഗുപ്ത ട്രേഡേഴ്സ് തരാനുള്ള 12,000 തന്നതാണ്. ദെൻ 22-ാം തീയതി ഗുഡ്സ് റിട്ടേൺ ടു ഹേമ ട്രേഡേഴ്സ്. ഹേമ ട്രേഡേഴ്സിന് സാധനങ്ങൾ മടക്കി കൊടുത്തു, അതായത് പർച്ചേസസ് റിട്ടേൺ ആണ്. ദെൻ 23-ാം തീയതി ക്യാഷ് പെയ്ഡ് ടു ഹേമ ട്രേഡേഴ്സ് 40,000 രൂപ ഹേമ ട്രേഡേഴ്സിന് നൽകി. ദെൻ 25-ാം തീയതി ബോട്ട് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ₹100. 100 രൂപയുടെ പോസ്റ്റേജ് സ്റ്റാമ്പ് വാങ്ങിയതാണ്, എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്. 30-ാം തീയതി പെയ്ഡ് സാലറി ടു ഋഷാബ് എന്ന് പറയുന്ന ജീവനക്കാരന് സാലറി കൊടുത്തതാണ്. അവിടെ നമുക്കറിയാം എക്സ്പെൻസ് ആണ്. സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക, 4,000 രൂപ. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ് ജേണലിലേക്ക് രേഖപ്പെടുത്തുകയും അവയെ തുടർന്ന് ആവശ്യമുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ വരച്ച് അവയിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും ഹോംവർക്ക് ചെയ്ത് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.